നമുക്ക് മോഡ്യൂൾ 1 ആരംഭിക്കാം. That is the fundamentals of logic. Logic is the study of correct reasoning. It studies arguments and conclusions, and aim of logic is to draw conclusions from given set of arguments. Logic plays a central role in many fields like philosophy, mathematics, computer science, etc. നമുക്ക് മാത്സിൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ഈ ആർഗ്യുമെൻറ്റ്സിൽ നിന്ന് കൺക്ലൂഷൻസ് പറയേണ്ടതുണ്ടാവും. അത് ഈ കൺക്ലൂഷൻ നമ്മൾ പറയുമ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്ന് ഡിസൈഡ് ചെയ്യാൻ നമ്മളെ ഈ ലോജിക്ക് സഹായിക്കും. നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ടെർമിനോളജീസ് പരിചയപ്പെടാം. ഏറ്റവും ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓർ അസേർഷൻ ഓർ പ്രൊപ്പോസിഷൻ, ഇതെല്ലാം ഒരേ മീനിങ് ആണ്. ലോജിക്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ്. അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സെൻറ്റൻസുകളെ ലോജിക്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രൊപ്പോസിഷൻസ് എന്ന് വിളിക്കും. സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടാണ് കാണിക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ എപ്പോഴും പി, ക്യു, ആർ അങ്ങനെയൊക്കെയുള്ള സിമ്പിൾസാണ് യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഇഫ് എക്സ് ഈസ് പോസിറ്റീവ് ദെൻ എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ്. ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവാണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ ഇത് ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്താൽ എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ട്രൂ ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ 2 + 3 = 4. നമുക്കറിയാം 2ഉം 3യും കൂടെ ആഡ് ചെയ്താൽ ആൻസർ 5 ആണ്. പക്ഷേ ഇവിടെ 4 ആണെന്നാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ദിസ് സെൻറ്റൻസ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിച്ചാൽ അവരെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. അത് സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്ത ഒരു സെൻറ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഗെറ്റ് അപ്പ് ആൻഡ് ഡു എക്സസൈസ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ആൻസർ പറയാൻ കഴിയില്ല. അതൊരു ഓർഡർ പോലെ പറഞ്ഞേക്കുകയാണ്. അത് നമ്മൾ അനുസരിക്കേണ്ട ഒരു സെൻറ്റൻസാണ്. അപ്പോൾ അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള സെൻറ്റൻസ് നോട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് സ്റ്റേറ്റ്മെൻ്റ് ആവണമെങ്കിൽ അത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കണം. അപ്പോൾ അത് രണ്ട് വാല്യൂസ് ആയിരിക്കും പ്രൊപ്പോസിഷൻസിന് കിട്ടുക, ട്രൂ ഓർ ഫോൾസ്. അവയെ ട്രൂത്ത് വാല്യൂ എന്നാണ് പറയുക. ഇഫ് എനി പ്രൊപ്പോസിഷൻ ഈസ് ട്രൂ ദെൻ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഈസ് ടി ഓർ 1. അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ ദ ട്രൂത്ത് വാല്യൂ വിൽ ബി എഫ് ഓർ 0. ഇതിൽ ഏത് വാല്യൂ വേണോ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ട് തരമുണ്ട്, പ്രിമിറ്റീവ് ആൻഡ് കോമ്പൗണ്ട്. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സിംപ്ലർ ഫോമിലേക്ക് അല്ലെങ്കിൽ സിംപ്ലർ സെൻറ്റൻസുകളിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുക. പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അറ്റോമിക് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് വേർഡ്സ് സാധാരണയായി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ്, ഓർ, ഇഫ്, ദെൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഇത്തരത്തിലുള്ള വേർഡ്സിനെ ലോജിക്കൽ കണക്റ്റീവ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിൻ്റെ ആദ്യം തന്ന എക്സാമ്പിൾ, അതായത് 2 + 3 = 4 ഈസ് എ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇഫ് എക്സ് ഈസ് പോസിറ്റീവ് ദെൻ എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ് എന്നുള്ളത് സിംപ്ലർ അല്ല. ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാം. എക്സ് ഈസ് പോസിറ്റീവ്, അതൊരു സിംപ്ലർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ്, അതും വീണ്ടും ഒരു സിംപ്ലർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഇഫ് ദെൻ എന്നുള്ള കണക്റ്റീവ്സ് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്ത് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയതാണ്. സോ ദാറ്റ് പി ഈസ് കോമ്പൗണ്ട് ആൻഡ് ക്യൂ ഈസ് സിംപ്ലർ സ്റ്റേറ്റ്മെൻറ്റ്.
നമുക്ക് ഇതുപോലെ കണക്റ്റീവ്സ് വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് can be obtained from the existing one in two ways. First one is negation. Negation means നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നാൽ അതിനെ നോട്ട് എന്നുള്ള സെൻസിലേക്ക് മാറ്റുക. അതായത് ഒരു പി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നോട്ട് പി എന്നെഴുതിയാൽ അതിനെ നെഗേഷൻ എന്ന് വിളിക്കും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലുകൾ ഇതിലേത് വേണോ സിമ്പലുകൾ നെഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നെഗേഷനിൽ ട്രൂത്ത് വാല്യൂ നോക്കിയാൽ പി എന്നുള്ളത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ നെഗേഷൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും. അതുപോലെ പി എന്നുള്ളത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ നെഗേഷൻ ഫോൾസ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ന്യൂഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതിൻ്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ ന്യൂഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ല എന്ന മീനിങ്ങിൽ വേണം നെഗേഷൻ എഴുതാൻ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ ഇപ്പോൾ പി എന്നുള്ളത് ന്യൂഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയാണ്. അത് ശരിയായ ട്രൂ ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നെഗേഷൻ എഴുതിയാൽ ന്യൂഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ല എന്ന രീതിയിലാണ്. അപ്പോൾ നെഗേഷൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആയിരിക്കും. അതുപോലെ തിരിച്ചും പിയുടെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും. ഇങ്ങനെ ട്രൂത്ത് വാല്യൂസൊക്കെ കളക്ട് ചെയ്ത് ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ അതിനെ ട്രൂത്ത് ടേബിൾ എന്നാണ് വിളിക്കുക. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകളെ ലോജിക്കൽ കണക്റ്റീവ്സ് യൂസ് ചെയ്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി മാറ്റുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ കണക്റ്റീവ്സ്. ലോജിക്കൽ കണക്റ്റീവ്സ് പലതരമുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ആൻഡ് അഥവാ അതിനെ കൺജങ്ഷൻ എന്ന് വിളിക്കും. അതിൻ്റെ സിമ്പിൾ ഇതാണ്. നമ്മൾ ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സിമ്പിൾ നമുക്കറിയാം യു തിരിച്ചിട്ട, അതുപോലെ ഇവിടെ വി തിരിച്ചിട്ടാണ്. അതുപോലെ ഓർ ഡിസ്ജങ്ഷൻ, അത് അവിടെ യൂണിയന് പകരം ഉള്ളതാണ്. മീനിങ്ങും അത് തന്നെയാണ്. അതുപോലെ ഇഫ് ദെൻ, അതിനെ കണ്ടീഷണൽ ഓർ ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് വിളിക്കുക. അതിനെ റൈറ്റ് ആരോ വെച്ചിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഇഫ് ആൻഡ് ഉള്ളി ഇഫ്, അതിനെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറയുക. അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ രണ്ട് സൈഡും ആരോ ഇട്ട് യൂസ് ചെയ്യുക. അതുപോലെ നാൻഡ്, നോട്ട് ആൻഡും കൂടെ ചേർന്ന് വരും, അത് അപ്രൈറ്റ് ആരോ. അതുപോലെ നോട്ടും ഓറും കൂടെ ചേർന്ന് എഫക്റ്റ് കൊണ്ടുവന്നാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നാൽ അതിനെ ഈ ഡൗൺ ആരോ യൂസ് ചെയ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതിനെ ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് കാണാം. ഒന്നാമത്തത് കൺജങ്ഷൻ. ഹിയർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കമ്പൈൻഡ് ബൈ ദ വേർഡ് ആൻഡ് ടു ഫോം എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ദ ട്രൂത്ത് വാല്യൂ ഓഫ് പി ആൻഡ് ക്യൂ. അപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ പിയും ക്യൂവും ട്രൂ ആവുന്ന കേസിൽ മാത്രമായിരിക്കും പി ആൻഡ് ക്യൂവിൻ്റെയും വാല്യൂ ട്രൂത്ത് വാല്യൂ ട്രൂ ആവുക. ബാക്കി എല്ലാ കേസസിലും ട്രൂത്ത് വാല്യൂ ഈസ് ഫോൾസ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ എഴുതിയാൽ നമ്മൾ ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ ട്രൂ, ബാക്കി എല്ലായിടത്തും ഫോൾസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു വാല്യൂ ഫോൾസ് ആയാൽ അത് പി ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ ഫോൾസ് ആക്കി മാറ്റും. അപ്പോൾ ട്രൂ ആൻഡ് ഫോൾസ് ആണെങ്കിൽ പിയുടെ വാല്യൂ ട്രൂ, ക്യൂവിൻ്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ പി ആൻഡ് ക്യൂ ഫോൾസ്. അതുപോലെ പിയുടെ വാല്യൂ ഫോൾസ്, ക്യൂവിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂ ഫോൾസ്. അതുപോലെ രണ്ടുപേരും ഫോൾസ് ആണെങ്കിൽ പി ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. അടുത്ത ഡിസ്റ്റിങ്ഷൻ നോക്കാം. ഹിയർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കമ്പൈൻഡ് ബൈ ദ വേർഡ് ഓർ. അപ്പോൾ ഓർ എന്ന് പറയുമ്പോൾ പി ഓർ ക്യൂ എന്നാണ് മീനിങ് വരിക. അപ്പോൾ പി ഓർ ക്യൂ എപ്പോഴാണ് ട്രൂ ആയി മാറുന്നതെന്ന് ചോദിച്ചാൽ പി ഓർ ക്യൂ ഉണ്ടെങ്കിൽ, അല്ല പി ട്രൂ ആണ് ക്യൂവും ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഉറപ്പായും ട്രൂ ആയിരിക്കും. അതുപോലെ പി ട്രൂ ആണ് ക്യൂ ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ പി ഓർ ക്യൂവിൻ്റെ ആൻസർ പി അല്ലെങ്കിൽ ക്യൂ മതി എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ പി ഓർ ക്യൂവിൻ്റെ വാല്യൂ ട്രൂ ആയി മാറും. അതുപോലെ പി ഫോൾസ് ക്യൂ ട്രൂ ആണെങ്കിൽ പി ഓർ ക്യൂവിൻ്റെ വാല്യൂ ട്രൂ ആവും. രണ്ടുപേരും ഫോൾസ് ആവുന്ന കേസിൽ മാത്രമാണ് അവിടെ ഫോൾസ് വരിക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക.
പി ഓർ ക്യൂ ഫോൾസ് ആവുന്നത് രണ്ടുപേരും ഫോൾസ് ആവുമ്പോഴാണ്. അടുത്തത് കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ ഓർ ഇംപ്ലിക്കേഷൻ എന്നാണ് വിളിക്കുക അതിനെ. അപ്പോൾ കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ കിട്ടുന്നത് ഇഫ് ദെൻ എന്നുള്ള കണക്റ്റീവ് യൂസ് ചെയ്ത് രണ്ട് സിംപ്ലർ സ്റ്റേറ്റ്മെൻറ്റുകളെ കോമ്പൗണ്ട് ആക്കുമ്പോഴാണ്. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട് എന്നാണ് അർത്ഥം. പി ശരിയാവുന്നിടത്ത് ക്യൂ ശരിയാകണം. അപ്പോൾ പി ശരിയാവുന്നിടത്ത് ക്യൂ തെറ്റിയാൽ മാത്രമാണ് ഈ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആവുക. പി ശരിയാവുന്നിടത്ത് ക്യൂ തെറ്റിപ്പോയാൽ, ഇവിടെ നമുക്ക് പറയുന്നത് പി ട്രൂ ആണെങ്കിൽ ക്യൂവും ശരിയാവണമെന്നാണ്. ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ പി ട്രൂ ആയാൽ ക്യൂവും ട്രൂ ആണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആവുന്നത് ഇഫ് പി ട്രൂ ആണ്, പക്ഷെ അവിടെ ക്യൂ തെറ്റിപ്പോയി, ക്യൂ ഫോൾസായി. ആ കേസ് മാത്രമാണ് ഇവിടെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആവുക. ബാക്കി എല്ലാ കേസസിലും ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്. അതുപോലെ ബൈ കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഒൺലി ഇഫ് എന്നുള്ള ലോജിക്കൽ കണക്റ്റീവ് യൂസ് ചെയ്ത് അതിനെ രണ്ട് സിംപ്ലർ സ്റ്റേറ്റ്മെൻറ്റുകളെ കണക്ട് ചെയ്ത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ പറഞ്ഞാൽ പിയുടെ വാല്യൂ ശരിയാവുന്നിടത്ത് ക്യൂ ശരിയാവണം, അതുപോലെ ക്യൂവിൻ്റെ വാല്യൂ ശരിയാവുന്നിടത്ത് പിയും ശരിയാവണം, അതാണ്. അപ്പോൾ പി തെറ്റിപ്പോയാൽ ക്യൂ തെറ്റാം, കാരണം പി ശരിയാവുന്നിടത്ത് ക്യൂ ശരിയായാൽ മതിയല്ലോ. അതുപോലെ തിരിച്ച് ക്യൂ തെറ്റുമ്പോൾ പി തെറ്റാം. അതായത് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആവുന്നത് പിയും ക്യൂവും ഒരേ വാല്യൂസ് ചൂസ് ചെയ്യുന്നിടത്ത്. അതായത് പി ട്രൂ ക്യൂ ട്രൂ, അപ്പോഴും പി ഇഫ് ആൻഡ് ഒൺലി ഇഫ് ട്രൂ ആണ്. അതുപോലെ പി ഫോൾസ് ക്യൂ ഫോൾസ്, അപ്പോഴും പി ഇഫ് ആൻഡ് ഒൺലി ഇഫിൻ്റെ വാല്യൂ ട്രൂ ആണ്. അപ്പോൾ പിക്കും ക്യൂവിനും ഒരേ ട്രൂത്ത് വാല്യൂസ് ഉള്ളപ്പോൾ, പിയും ക്യൂവും ട്രൂ ആണ് അല്ലെങ്കിൽ പിയും ക്യൂവും ഫോൾസ് ആണെങ്കിൽ പി ഇഫ് ആൻഡ് ഒൺലി ഇഫ്, ഇവിടെ ഇഫ് ആൻഡ് ഒൺലി ഇഫ് ആണ്, ഇതിൻ്റെ വാല്യൂ ട്രൂ ആണ്. ബാക്കി രണ്ട് കേസസിലും ആൻസർ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ ഈ ട്രൂത്ത് ടേബിൾസ് നമുക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ ഇത് ട്രൂത്ത് ടേബിൾസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക് യു.